മാത്സ് ലേണിംഗ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യുന്ന 10ാം ക്ലാസ്സിലെ മാത്സ് സെക്കൻഡ് ലെസൺ സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന പാഠത്തിലെ 24ാമത് വീഡിയോ ആണ്. ടെക്സ്റ്റിലെ ചോദ്യങ്ങൾ പൂർത്തിയാക്കിയത് 21 ഭാഗങ്ങൾ കൊണ്ടാണ്. പിന്നീടുള്ള ഭാഗങ്ങൾ 22, 23, പിന്നെ ഈ ഭാഗം ഇതെല്ലാം എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതുമായ ചോദ്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. 2017, 2012 SSLC പരീക്ഷകളിൽ ചോദിച്ച 3 ചോദ്യങ്ങളാണ് പ്രധാനമായും ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നതിന് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ആദ്യ ചോദ്യം വായിക്കാം. 2017 SSLC എക്സാമിനേഷന് 4 മാർക്കിന് ചോദിച്ച ഒരു വരയ്ക്കാനുള്ള ചോദ്യമാണ്. ഞാൻ ചോദ്യം വായിക്കാം. വശങ്ങൾ 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു സമഭുജ ത്രികോണം വരയ്ക്കുക. അതിന് തുല്യ പരപ്പളവുള്ള ഒരു സമചതുരവും വരയ്ക്കുക. കണ്ടോ? വശങ്ങൾ 6 സെന്റിമീറ്റർ ഉള്ള ഒരു സമഭുജ ത്രികോണം വരയ്ക്കണം. അതിന് തുല്യ പരപ്പളവുള്ള ഒരു സമചതുരവും വരയ്ക്കണം. ഇതാണ് ചോദ്യം. ചോദ്യം മലയാളം മീഡിയത്തിൽ എഴുതിയെടുക്കുക. ഇനി അടുത്ത് നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. Draw an equilateral triangle of side 6 centimeters. Draw a square of the same area. കണ്ടോ? ഇക്വിലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കണം 6 സെന്റിമീറ്റർ നീളത്തിൽ. ഇക്വിലാറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 വശവും തുല്യ നീളമുള്ള ട്രയാങ്കിൾ ആണ്. പിന്നെ അതേ പരപ്പളവുള്ള ഒരു സ്ക്വയറും വരയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നല്ല ചോദ്യമാണ്. ഇത് 2017 4 മാർക്കിനെ ചോദിച്ചതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ആദ്യം നമുക്ക് സമഭുജ ത്രികോണം വരയ്ക്കാം. അത് 6 സെന്റിമീറ്റർ വശങ്ങളുള്ള സമഭുജ ത്രികോണം, ഇക്വിലാറ്റർ ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്കെയിൽ എടുത്തിട്ട് 6 സെന്റിമീറ്റർ നീളത്തിൽ ബേസ് വരയ്ക്കുക. ഓക്കെ, ഇതാണ് 6 സെന്റിമീറ്റർ നീളം. ഓക്കെ, ഇനി അടുത്തത് എല്ലാ വശങ്ങൾക്കും 6 സെന്റിമീറ്റർ ആണ്. അടുത്ത കോമ്പസിൽ 6 സെന്റിമീറ്റർ സ്കെയിലാണ് നൽകുക. കോമ്പസിൽ ഇങ്ങനെ എടുക്കുക. അതിനുശേഷം 2 മൂലകളിലും വെച്ചുകൊണ്ട് ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കണം. ഈ മൂലയിൽ വെച്ചുകൊണ്ട് ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കണം. അതുപോലെ ഈ മൂലയിൽ വെച്ചുകൊണ്ട് ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കണം. ഇത് രണ്ടും കൂടെ സ്കെയിൽ എടുത്ത് എന്ത് ചെയ്യാം? ഈ പോയിന്റ് ഈ വരയുടെ 2 എൻഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പൊ നമുക്ക് ലഭിച്ചതാണ് സമഭുജ ത്രികോണം അഥവാ ഇക്വിലാറ്റർ ട്രയാങ്കിൾ. ഇക്വിലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കാൻ വളരെ ഈസിയാണ്. ഓക്കെ, ഇതിന്റെ എല്ലാ വശങ്ങളും എത്ര സെന്റിമീറ്റർ ആണ്? 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി ഇതേ പരപ്പളവുള്ള എന്ത് വരയ്ക്കണം? സ്ക്വയർ വരയ്ക്കണം എന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സമചതുരം വരയ്ക്കാനാണെങ്കിൽ ഒരു വൃത്തം വരച്ചിട്ട് അതിന്റെ വ്യാസം അല്ലെ അതിന് ലംബമായിട്ട് വരണം. ഓക്കെ, ഈ രണ്ടും കൂടെ ഗുണിക്കുന്ന ഈ 2 വശങ്ങൾ ഈ കട്ട് ചെയ്യുന്നത് വ്യാസത്തിനെ 2ആയിട്ട് കട്ട് ചെയ്യുന്ന 2 വശങ്ങൾ ഗുണിക്കുന്നത് ഇതിന്റെ സ്ക്വയറിന് തുല്യമായിരിക്കും. അപ്പൊ ഈ 2 വശങ്ങൾ ഗുണിക്കുന്നതായിരിക്കും സമചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള സൂത്രം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ½ BH എന്നാണ്. ഓക്കെ, അപ്പൊ ഇതില് ഒരു വശം ½ B, മറ്റേ വശം H ആക്കണം. ഈ B തന്നെ ഹാഫ് ആകണം നിർബന്ധമില്ല. B നമുക്ക് വേണം ഫുൾ എടുത്തിട്ട് ½ H എന്ന് കൊടുത്താലും മതി. അപ്പൊ Hന്റെ പകുതി ബാക്കി കൊടുത്താലും മതി. അപ്പൊ ഇതില് ഒരു വശം B ആണെങ്കിൽ മറ്റേ വശം ½ H ആയിരിക്കണം. ഇനി അല്ല, ഒരു വശം ഫുൾ H ആണ് കൊടുക്കുന്നതെങ്കിൽ മറ്റേ വശം ½ B ആയിരിക്കണം. അപ്പൊ ഈ ഹാഫ് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് Hന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ബേസ് അങ്ങനെ തന്നെ വരയ്ക്കാം. കാരണം നമുക്ക് ബേസ് ഇതാണല്ലോ. ബേസ് അങ്ങനെ തന്നെ വരച്ചിട്ട് ½ H കൊടുക്കാം. അപ്പൊ എന്തിനു തുല്യമാകും? ½ BH തുല്യമാകും ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ H കണ്ടുപിടിക്കണം. എന്നിട്ട് അതിന്റെ ഹാഫ് ഇങ്ങോട്ട് നീട്ടി വലിച്ചു കൊടുക്കണം. അതായിരിക്കും വ്യാസം. അപ്പൊ നമുക്ക് ഈ ത്രികോണത്തിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം. ഈ ത്രികോണത്തിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? അതിന് ഈ ശീർഷത്തിൽ നിന്ന് ഒരു ലംബ സമഭാജി വരയ്ക്കണം. ആ ലംബ സമഭാജി വരയ്ക്കാൻ ഒരു ടെക്നിക്കോട് ശ്രദ്ധിച്ചിരിക്കുക. കോമ്പസ് എടുത്ത് മുകളിൽ വയ്ക്കുക. എന്നിട്ട് ഇവിടം വരെ വലിച്ചു വെച്ചിട്ട് ഒരല്പം കൂടെ കൂടുതൽ ഇവിടം വരെയെങ്കിലും വലിച്ചു വയ്ക്കുക. എന്നിട്ട് ഇങ്ങോട്ടൊരാ. കണ്ടോ? അതായത് കൂടുതൽ വലിച്ചു വെച്ചാൽ ഇത് പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഈ മൂലയ്ക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ വരത്തക്ക രീതിയിൽ ഇങ്ങോട്ട് ഒരാൾക്ക് എവിടെ വെച്ചിട്ടാണ് കോമ്പസ് ഇവിടെ കുത്തിയിട്ട് കണ്ടോ ഒരല്പം നീട്ടി ഇങ്ങോട്ട് ഈ താഴത്തെ വരയേക്കാളും ഒരല്പം കൂടുതൽ നീട്ടി വെച്ചിട്ട് ഇങ്ങോട്ടൊരാ. ഇപ്പോ അത് 2 സ്ഥലത്ത് കൂട്ടിമുട്ടിയല്ലോ. ഒന്ന് ഈ പോയിന്റും ആണ്. ഇനി കോമ്പസ് ഈ പോയിന്റുകളിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? താഴേക്കും ഇതേപോലെ ഒരു ആർക്ക്. കണ്ടോ? അപ്പൊ കോമ്പസ് ചുരുക്കാനോ നിവർത്താനോ ഒന്നും പാടില്ല. അളവിൽ വ്യത്യാസം പാടില്ല. അടുത്ത ആ പോയിന്റ് കുത്തിയിട്ട് ഇങ്ങോട്ട്. മനസ്സിലായാലോ? ആദ്യം മുകളിലെ പോയിന്റ് കുത്തിക്കൊണ്ട് ഇങ്ങോട്ട് ആർക്ക്. പിന്നെ ആ പോയിന്റിൽ കുത്തിക്കൊണ്ട് പിന്നെ അളവ് മാറ്റിയാലും കുഴപ്പമില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാൻ നേരത്ത് കോമ്പസ് ഒരേ അളവായിരിക്കണം. ഇനി ഇവിടുന്ന് താഴേക്ക് വരയ്ക്കുമ്പോൾ വേറെ അളവായാലും കുഴപ്പമില്ല. പക്ഷെ ഈ 2 സ്ഥലത്ത് നിന്ന് വരയ്ക്കുമ്പോൾ ഒരേ അളവിൽ തന്നെ ആയിരിക്കണം വരയ്ക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു പോയിന്റ് കിട്ടിയില്ലേ? ഇനി ഈ പോയിന്റ് മുകളിലെ പോയിന്റ് നമ്മൾ ഈ ജോയിൻ ചെയ്താൽ അങ്ങനെ വരയ്ക്കുന്ന വര
ഈ കോണിന്റെ എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ വശത്തിന്റെ ലംബ സമഭാജി ആയിരിക്കും. ഓക്കെ, നമുക്കിനി ഇത് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ലംബ സമഭാജി വരച്ചു. അപ്പൊ ഇതാണ് ഇതിന്റെ എച്ച് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇത് ബേസ് എടുത്താൽ ഇതെന്താണ്, എച്ച് ആണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒന്ന് ഹാഫ് എടുക്കുക. അപ്പൊ നമുക്ക് എച്ച് ഹാഫ് എടുക്കുന്നതായിരിക്കും സേഫ്. അപ്പൊ ബി അങ്ങനെ തന്നെ കിടക്കട്ടെ. ഓക്കെ, അപ്പൊ എച്ച് കിട്ടി. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരമാണ് എച്ച്. ഇനി അതിന്റെ ഹാഫ് എടുക്കണം. ഹാഫ് എടുക്കുന്ന ഈ എച്ചിന്റെ പകുതി കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക. ഇനി അതിന് വീണ്ടും കോമ്പസ് എടുക്കുക. ഈ എച്ചിന്റെ പകുതി കണ്ടുപിടിക്കുകയാണ് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണം. ഈ എച്ചിന്റെ പകുതി കിട്ടാൻ എച്ചിന്റെ പകുതി കൂടുതൽ ഇങ്ങനെ കോമ്പസിൽ എടുത്തിട്ട് അതിന്റെ റൈറ്റിലും ലെഫ്റ്റിലും ഒരാൾക്ക് അതേ അളവിൽ തന്നെ ആ വരയുടെ ഉണ്ടോ, എവിടെയാണ് കുത്തിയത് നമ്മള്, ഈ എച്ചിന്റെ രണ്ട് എൻഡ് പോയിന്റ് ഒന്ന് ഇതുമാണ്. ഓക്കെ, ആ രണ്ട് എൻഡ് പോയിന്റിൽ കുത്തിയിട്ട് പകുതി കൂടുതൽ എടുത്തിട്ട് ഇങ്ങോട്ടാർക്ക്, അതേപോലെ തന്നെ മുകളിൽ എടുത്തിട്ട് ഇങ്ങോട്ടും ആർക്ക്. ഇനി ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ ജോയിൻ ചെയ്യാം. സ്കെയിൽ എടുത്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ പോയിന്റ് കിട്ടിയില്ലേ? ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ മൊത്തം നീളം എച്ചിന്റെ ഹാഫ് ആണ്. ഇവിടുന്ന് ഇവിടെ വരെയുള്ള നീളം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെയുള്ള നീളം. ഈ എച്ചിനെ രണ്ടായിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി ഈ ഹാഫ് എച്ച് നമുക്ക് ഇങ്ങോട്ട് ബേസിനോടൊപ്പം നീട്ടി വരികയാണ്. കാരണം ഇത് ബിയും ഇത് ഹാഫ് എച്ചും കൂടെ വരുമ്പോൾ ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നതായിരിക്കുമല്ലോ നമ്മൾ വരയ്ക്കാൻ പോകുന്ന സമചതുരത്തിന്റെ പരപ്പളവ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ബി ഉണ്ട്. ഇനി ഹാഫ് എച്ച് ഇങ്ങോട്ട് നീട്ടി വരച്ചു കൊടുക്കണം. ഹാഫ് എച്ച് ആയിട്ട് നീട്ടി വരയ്ക്കണ്ട, നമ്മൾ ഈ വരയ്ക്ക് നീളമായിട്ട് നമ്മൾ പറഞ്ഞു ഒരു വര വരയ്ക്കുക. ഈ വരയിട്ട് ചേർത്തങ്ങ് വരച്ചു. ശേഷം കോമ്പസിൽ ഈ ഹാഫ് എച്ച് എടുക്കണം. അതിന് ഇവിടുന്ന് ഇവിടം വരെ കുത്തിയിട്ട് ഇതാണല്ലോ ഹാഫ് എച്ച്. ആ പോയിന്റ് കണ്ടോ, ഈ ത്രികോണത്തിന്റെ ഈ മൂലയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടൊരു ആർക്ക് ഇടുക. ഓക്കെ, കണ്ടോ? അപ്പൊ ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളമാണ്, ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം. ഓക്കെ, വേണമെങ്കിൽ ബാക്കി തൂത്തുകളെ, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇപ്പൊ കിട്ടിയ ലാസ്റ്റ് പോയിന്റ് വരെയാണ് ഈ വരയുടെ നമ്മൾ വരയ്ക്കാൻ പോകുന്ന അർദ്ധവൃത്തത്തിന്റെ വ്യാസമാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ എന്താണ്, ബി ആണ്. ഇവിടുന്ന് ഇവിടം വരെ ഹാഫ് എച്ച് ആണ്. ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ ഹാഫ് ബി എച്ച് കിട്ടില്ലേ? ഇത് രണ്ടും കൂടെ, അതായത് ഈ വശവും കൂടെ ഗുണിക്കുന്നത് ഹാഫ് ബി എച്ചിന് തുല്യമാണ്. അപ്പോ ഇതിന്റെ രണ്ട് കട്ട് ചെയ്യുന്ന പോയിന്റ് ഈ ത്രികോണത്തിന്റെ മൂലയാണല്ലോ. ഇവിടുന്ന് വെച്ചുകൊണ്ട് നമുക്ക് മുകളിലേക്ക് എന്ത് ചെയ്യണം, ഇനി സമചതുരം വരയ്ക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിന് ഈ വശം വ്യാസമായി ഒരു അർദ്ധവൃത്തം വരയ്ക്കണം. മനസ്സിലായോ? അപ്പൊ ഈ വശം വ്യാസമാകണമെങ്കിൽ ഈ വരയുടെ മധ്യബിന്ദു കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് വീണ്ടും കോമ്പസ് എടുക്കുക. വീണ്ടും കോമ്പസ് എടുത്തിട്ട് ഇവിടുത്തെ പകുതി കൂടുതൽ എടുത്തിട്ട് ഇങ്ങോട്ടാർക്ക്. അതേ അളവിൽ തന്നെ ഈ പോയിന്റ് കണ്ടോ, നമ്മളിപ്പോ വ്യാസമായി എടുക്കുന്നത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള നീളമാണ്. അപ്പം ഈ രണ്ട് എൻഡ് പോയിന്റിൽ കോമ്പസ് കുത്തിയിട്ടാണ് പകുതി കൂടുതൽ എടുത്തിട്ട് അടുത്ത പോയിന്റ് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടാർക്ക്. ഓക്കെ, അത് സ്കെയിൽ എടുത്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, ഒത്തിരി വരകളൊക്കെ അതുകൊണ്ട് കൺഫ്യൂഷൻ ആവരുത്. ഇപ്പൊ നമ്മൾ വരച്ച മധ്യലംബം ഇതാണ്. അത് ഏതിന്റെ മധ്യലംബം ആയിരുന്നുകൊണ്ട് അത് ഈ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള മൊത്തം വരയുടെ മധ്യലംബം. നേരത്തെ വരച്ചത് ത്രികോണത്തിന്റെ മാത്രം മധ്യലംബം. അതും ഇതും കൂടെ തിരിഞ്ഞു പോകരുത് കേട്ടോ. ഇപ്പൊ ഈ കൂട്ടിമുട്ടിയ പോയിന്റ് ഇല്ല, ഇത് കണ്ടോ, അത് ആ ത്രികോണത്തിന്റെ ബേസിൽ ഒന്ന് കൂട്ടിമുട്ടി ഈ ബിന്ദുവായിരിക്കും നമ്മൾ വരയ്ക്കാൻ പോകുന്ന വൃത്തത്തിന്റെ കേന്ദ്രം. ഇനി ഇവിടെ കോമ്പസ് കുത്തിക്കൊണ്ട് നമ്മൾ ഇനി ഒരു വൃത്തം വരയ്ക്കാൻ പോവുകയാണ്. കോമ്പസിന്റെ ഒരു മുന ഇവിടെ കുത്തുക, എന്നിട്ട് ഏതെങ്കിലും ഒരു മൂലയിലേക്ക് വലിച്ചു വയ്ക്കുക. ഏതെങ്കിലും ഒരു മൂലയല്ല, ഇരുവശത്തുള്ള ഏതെങ്കിലും ഒരു മൂലയിലേക്ക് വലിച്ചു വെച്ചിട്ട് ഒരു അർദ്ധവൃത്തം വരയ്ക്കുക. ഓക്കെ, അർദ്ധവൃത്തം ആ ബിന്ദുവിൽ ഒന്ന് കൂട്ടിയില്ലേ? ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഏതായിരുന്നു ബി എന്ന് പറയുമ്പോൾ വരെയുള്ള നീളമാണല്ലോ, ഇത് ഹാഫ് എച്ച്. ഇവ തമ്മിൽ വേർതിരിക്കുന്ന ബിന്ദുവിൽ നിന്ന് മുകളിലേക്ക് ഒരു ലംബം വരയ്ക്കണം. അതിന് പ്രൊട്രാക്ട് എടുത്ത് വെച്ചിട്ട് 90 ഡിഗ്രി അളക്കണം. ഏത് ബിന്ദുവിലാണ്? ഈ ത്രികോണത്തിന്റെ ഈ മൂലയിൽ നിന്ന് പ്രൊട്രാക്ട് എടുക്കുക. ത്രികോണത്തിന്റെ ഈ മൂലയിൽ നിന്ന് 90 ഡിഗ്രി അളക്കുക. 90 ഡിഗ്രി മാർക്ക് ചെയ്തു. ശേഷം ഈ ബിന്ദുവും ആ 90 ഡിഗ്രി മാർക്ക് ചെയ്ത് തമ്മിൽ നീട്ടി വരയ്ക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് ലഭിച്ച ഈ വരയാണ് എന്ത്, നമ്മുടെ വരയ്ക്കാൻ പോകുന്ന സമചതുരത്തിന്റെ ഒരു വശം. ഓക്കെ, അപ്പൊ അതിന് ഈ വശം കൂടെ കുറച്ചുകൂടെ നീട്ടി കൊടുക്കുക. ഓക്കെ, ഇനി വീണ്ടും കോമ്പസ് ഇടുക. അപ്പൊ നമ്മുടെ സമചതുരത്തിന്റെ ഒരു വശം കിട്ടി. ഇതാണ് സമചതുരത്തിന്റെ ഒരു വശം. ഇനി അത് വീണ്ടും ആ നീളം കോമ്പസിൽ എടുക്കുക. കോമ്പസിന് ഒരു പോയിന്റ് ഇവിടെ, ഒരു പോയിന്റ് അവിടെ കുത്തിയതിനു ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ടാർക്ക്. കണ്ടോ, ഈ നീളം തന്നെയാണ് ഇങ്ങോട്ടുള്ള നീളം. മുകളിൽ വെച്ചിട്ട് ഇങ്ങോട്ടാർക്ക്. എല്ലാം ഒരേ നീളമാണ്. അതേ നീളം തന്നെ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ട്. ഓക്കെ, ഇപ്പൊ 4 പോയിന്റ് ആയില്ലേ? 1, 2, 3,
4. ഈ 4 പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമുക്ക് ലഭിച്ച ഈ സമചതുരം ആദ്യം വരച്ച ത്രികോണത്തിന്റെ പരപ്പളവിന് തുല്യമാണ്. അതിന്റെ കാരണം മനസ്സിലായല്ലോ. ഈ ബിയും ഈ ഹാഫ് എച്ചും കണ്ടോ, ഇത് രണ്ടും കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും ഈ വശത്തിന്റെ സ്ക്വയർ. ഓക്കെ, ഈ വശത്തിന്റെ സ്ക്വയർ ആ ഒരു വശത്തിന്റെ സ്ക്വയർ ആണല്ലോ സമചതുരത്തിന്റെ പരപ്പളം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ത്രികോണത്തിന്റെ പരപ്പളവും സമചതുരത്തിന്റെ പരപ്പളവും സെയിം ആയിരിക്കും. ഇത് 4 മാർക്കിന് SSLC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. അതുകൊണ്ട് നന്നായിട്ട് എല്ലാവരും മനസ്സിലാക്കുക, വരയ്ക്കുകയും. ഓക്കെ, അടുത്ത ചോദ്യം വായിക്കാം. അടുത്തത് 2018 SSLC ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും ABCDE എന്നിവ അതിലെ ബിന്ദുക്കളുമാണ്. കണ്ട, ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്, ABCDE ആ വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. കോൺ EAB സമം 120 ഡിഗ്രി, കോൺ EPD സമം 100 ഡിഗ്രി. കണ്ടോ, 2 കോണുകളുടെ അളവുകൾ തന്നിട്ടുണ്ട്. കോൺ EAB 120 ഡിഗ്രി, കോൺ EPD 100 ഡിഗ്രി. കോൺ EDB, കോൺ ECB, കോൺ DBC എന്നിവയുടെ അളവുകൾ കാണുക. ഇതാണ് ചോദ്യം. 3 കോണുകളുടെ അളവുകൾ കണ്ടുപിടിക്കണം. കോൺ EDB, കോൺ ECB, കോൺ DBC. ഓക്കെ, മലയാളം മീഡിയക്കാർ എഴുതിയെടുക്കുക. ഇനി നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. In the figure, O is the center of the circle and ABCDE are the points on it. O വൃത്തകേന്ദ്രം ABCDE ആ വൃത്തത്തിലെ പോയിന്റുകളുമാണ്. ആംഗിൾ EAB is equal to 120 degree, angle EPD is equal to 100 degree. Write the measures of angle EDB, angle ECB and angle DBC. അപ്പൊ ഈ 3 കോണുകളുടെ അളവുകൾ കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. എല്ലാവരും ചോദ്യം എഴുതിയെടുക്കാൻ നമുക്ക് ചെയ്യാം. ഇതാണ് ചോദ്യത്തിലുള്ള ചിത്രം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോൺ EDB, കോൺ ECB, കോൺ DBC. ഇത് 3ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ തന്നിട്ടുള്ള അളവുകൾ മനസ്സിലായോ. O കേന്ദ്രമായ വൃത്തം, ആ വൃത്തത്തിലെ 5 ബിന്ദുക്കളാണ് ABCDE. ഓക്കെ, അപ്പൊ O കേന്ദ്രമായ വൃത്തമാകുമെങ്കിൽ EC അതിലൂടെ കടന്നു പോകണം. EC വ്യാസമാണ്. അങ്ങനെ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോണം. ഓക്കെ, കോൺ EDB എന്ന് പറഞ്ഞാൽ EDB കണ്ടോ, ഈ കോൺ കണ്ടുപിടിക്കണം. പിന്നെ അടുത്ത കോൺ ECB, ഈ കോൺ കണ്ടുപിടിക്കണം. കോൺ DBC ഈ കോൺ കണ്ടുപിടിക്കണം. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. നമുക്ക് ആദ്യം കോൺ EDB നോക്കാം. കോൺ EDB നോക്കിക്കേ. നമുക്ക് ഈ C എന്നുള്ള പോയിന്റും ഈ വരയും തൽക്കാലം മറക്കുക. ഇത്രയും മാത്രം നോക്കുക. EABD മാത്രം നിങ്ങൾ നോക്കേണ്ടത്. ഞാൻ അത് തൽക്കാലത്തേക്ക് ആ വരയെന്ന് തൂക്കുകയാണ്. ഓക്കെ, ഇപ്പൊ EABD എന്ന് പറയുന്ന ചതുർഭുജം നോക്കുക. ഈ ചതുർഭുജം ചക്രീയ ചതുർഭുജം അല്ലേ. കാരണം ഈ ചതുർഭുജത്തിന്റെ ഈ ക്വാഡ്രിലാറ്ററിന്റെ 4 പോയിന്റുകൾ, 4 ശീർഷങ്ങളും, അതായത് ഇയും എയും ബിയും ഡിയും എവിടെയാണ്? വൃത്തത്തിലാണ്. അതുകൊണ്ട് ഇത് സൈക്ലിക് ആണ്, അഥവാ ചക്രീയ ചതുർഭുജമാണ്. ചക്രീയ ചതുർഭുജമാണെങ്കിൽ അതിന്റെ എതിർകോണുകൾ അനുകൂലങ്ങളാണല്ലോ. അപ്പൊ ഇത് 120 ആണെങ്കിൽ എയുടെ എതിർകോണല്ലേ കോൺ ബി. കണ്ടോ, ഇത് 120 ആണെങ്കിൽ കോൺ ബി എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് അതാദ്യം എടുത്തെഴുതാം. ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ആരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? EABD. EABDയിൽ ആംഗിൾ A എത്രയാണ്? 120 ഡിഗ്രിയാണ്. അതുകൊണ്ട് ആംഗിൾ EDB എന്തായിരിക്കും? Therefore ആംഗിൾ EDB എന്തായിരിക്കും? EDB എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ ഇതിന്റെ? കോൺ എയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അതുകൊണ്ട് 180 മൈനസ് കോൺ A. എന്റെ റീസൺ ഇവിടെ ബ്രാക്കറ്റിൽ എഴുതണം. എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി എന്ന് എഴുതണം. ഇങ്ങനെ എഴുതണം കേട്ടോ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. എതിർകോണുകൾ അനുകൂലങ്ങളാണ്. കാരണം ഇത് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ക്വാഡ്രിലാറ്ററൽ എന്ന് എഴുതണ്ട. ഇത് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. എതിർകോണുകൾ അനുകൂലങ്ങളാണ്. അതുകൊണ്ടാണ് കോൺ EDB കിട്ടാൻ 180 നിന്ന് കോണിയെ കുറയ്ക്കുന്നത്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. 180 മൈനസ് കോൺ A എത്രയാണ്? 120 ആണ്. 180 നിന്ന് 120 കുറച്ചാൽ 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടാനുള്ളതിന്റെ ആദ്യത്തെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഏതാണ്? കോൺ ECB ആണ് രണ്ടാമത്തത്. ഓക്കെ, കോൺ ECB സമം നോക്കിക്കേ. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച കോൺ EDB ആണ്.
ആ കോണിന്റെ രണ്ട് എൻഡ് പോയിന്റ് ആരൊക്കെയാണ്? ഇയും ബിയും ആണ്. ഇ ഡി ബി. ഈ കോൺ കടന്നു പോകുന്നത് ഇ എന്ന ബിന്ദുവിലൂടെ ബി എന്ന ബിന്ദുവിലൂടെയുമാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇ സി ബി നോക്കിക്കേ, അതും അതേ പോയിന്റിലൂടെയല്ലേ കടന്നു പോകുന്നത്. കണ്ടോ, ഇ സി ബി. അപ്പോ ഇ ഡി ബിയും ഇ സി ബിയും ഒരേ ചാപത്തിലെ കോണുകളാണ്. കണ്ടോ, ആംഗിൾസ് ഇൻ ദ സെയിം ആർക്കാണ്. അത് തുല്യമായിരിക്കും. നമ്മൾ നിയമമുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരേ ചാപത്തിലെ കോണുകൾ തുല്യമായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണ്ടോ, ആംഗിൾസ് ഇൻ ദ സെയിം ആർക്ക്. അപ്പൊ കോൺ ഇ സി ബി എന്തിനു തുല്യമാണ്? കോൺ ഇ ഡി ബിക്ക് തുല്യമാണ്. അപ്പൊ എത്രയായിരിക്കും? 60 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, കോൺ ഇ ഡി ബി 60 ഡിഗ്രി അല്ലേ, അപ്പൊ ഇതും 60 ഡിഗ്രി തന്നെയാണ്. എന്റെ റീസൺ ബ്രാക്കറ്റിൽ എഴുതണം, ആംഗിൾസ് ഇൻ ദ സെയിം ആർക്ക്. ഒരേ ചാപത്തിലെ കോണുകൾ, ഒരേ ചാപത്തിലെ കോണുകൾ തുല്യമായിരിക്കും. അതായത് ഇ ഡി ബി എന്ന് പറയുന്ന ചാപത്തിൽ തന്നെയാണ് ഇ സി ബി എന്ന് പറയുന്ന കോണും ഉള്ളത്. അതുകൊണ്ട് ഒരേ ചാപത്തിലെ കോണുകളായതാണ് ഇത് രണ്ടും തുല്യമായിരിക്കും. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കാനുള്ളത് കോൺ ഡി ബി സി. അതെങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. ഓക്കെ, ഡി ബി സി എന്ന് പറയുന്നത് ഈ ചെറിയ ത്രികോണം നോക്കുക, പി ബി സി. ഓക്കെ, ഇതില് ഈ കോൺ 100 ഡിഗ്രി തന്നിരിക്കുന്നത് എന്തിനാണ്? സത്യത്തിൽ അത് രണ്ട് വരകൾ ഖണ്ഡിക്കുമ്പോൾ ഉണ്ടാകുന്ന എതിർകോണുകൾ എപ്പോഴും തുല്യമായിരിക്കും. ഓക്കെ, ഇത് 100 ആണെങ്കിൽ ഈ താഴെയുള്ള കോണും 100 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഇത് 60 ആയതുകൊണ്ട് ഇതും 60 ആയല്ലോ. അപ്പൊ ഈ ചെറിയ ത്രികോണം പി ബി സിയിലെ രണ്ട് കോണുകളായി. കണ്ടോ, ഈ കോൺ 100 ഡിഗ്രി, ഈ കോൺ 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇതാണ് എന്റെ ഐഡിയ. അപ്പൊ നമുക്ക് എഴുതാം, കോൺ ബി പി സി സമം, കോൺ ബി പി സി എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? കോൺ ഇ പി ഡിക്ക് തുല്യമാണ്. സമം 100 ഡിഗ്രി തന്നെയാണ്. കണ്ടോ, കോൺ ബി പി സി ഈക്വൽ ആണ് കോൺ ഇ പി ഡി. റീസൺ എന്താണ്? എതിർകോണുകൾ, ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് എഴുതി വെച്ചാൽ മതി. എതിർകോണുകൾ തുല്യമാണ്. കണ്ടോ, അതായത് ഈ കോൺ ബി പി സി ഈ 100 ഡിഗ്രി തന്നെയാണ്, 100 ഡിഗ്രി. ഓക്കെ, ഇനി കോൺ ഇ സി ബി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? കോൺ ഇ സി ബി 60 ഡിഗ്രിയാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള എഴുതാം, കോൺ ഡി ബി സി. Therefore, കോൺ ഡി ബി സി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? 180ൽ നിന്ന്, കണ്ടോ, ഈ ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെ അളവുകളുടെ തുക 150 ആണ്. ആ 150ൽ നിന്ന് എന്തെല്ലാം കുറയ്ക്കണം? ഏതൊക്കെ കോണുകളാണ് കുറയ്ക്കേണ്ടത്? കോൺ ബി പി സിയും പ്ലസ് കോൺ ഇ സി ബിയും കൂട്ടിയിട്ട്, കണ്ടോ, ഈ രണ്ട് കോണുകൾ കൂട്ടിയിട്ട് അത് 150ൽ നിന്ന് കുറച്ചാൽ മതിയാവും. അപ്പൊ 180 മൈനസ് കോൺ ബി പി സി നമുക്ക് നേരത്തെ കിട്ടിയതാണ്. എത്രയാണ്? 100 ഡിഗ്രി. ബ്രാക്കറ്റിൽ 100 പ്ലസ് കോൺ ഇ സി ബി നമുക്ക് നേരത്തെ കിട്ടിയതാണ് 60 ഡിഗ്രി. 100 പ്ലസ് 60. അപ്പൊ 100ഉം 60ഉം കൂടെ കൂടുമ്പോൾ 160. 180ൽ നിന്ന് 160 കുറയ്ക്കുമ്പോൾ ഉത്തരം എന്ത് കിട്ടും? 20 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എല്ലാമായി. ഓക്കെ, എഴുതിയെടുക്കുക. അടുത്ത ചോദ്യം വായിക്കാം. ഇത് 2018 SLC പരീക്ഷയിൽ 5 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ചിത്രത്തിൽ ബി ഡി എന്ന ഞാൻ വ്യാസമായ എ സിക്ക് ലംബമാണ്. കണ്ടോ, അപ്പം വൃത്തത്തിന്റെ വ്യാസമാണ് എ സി. ആ എ സിക്ക് ലംബമാണ് ബി ഡി എന്ന ഞാൻ. താഴെ പറയുന്ന കോണുകൾ കാണുക. എന്നിട്ട് 5 എണ്ണമാണ്. എ കോൺ ബി എ സി, ബി കോൺ ബി സി ഡി, സി കോൺ എ ഡി സി, ഡി കോൺ സി ഡി എം, ഇ കോൺ ബി എ പി. ഈ 5 കോണുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ചോദ്യം എഴുതിയെടുക്കുക. നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. ഇൻ ദ ഫിഗർ ദ കോഡ് ബി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയമീറ്റർ എ സി. ബി ഡി എന്ന് പറയുന്ന കോഡ് ഡയമീറ്റർ ആയിട്ടുള്ള എ സിക്ക് പെർപെൻഡിക്കുലർ ആണ്. ഫൈൻഡ് ദ മെഷർ ഓഫ് ദി ഫോളോയിങ് ആംഗിൾസ്. താഴെ പറയുന്ന കോണുകളുടെ അളവുകൾ കണ്ടുപിടിക്കണം. എ കോൺ ബി എ സി, ബി കോൺ ബി സി ഡി, സി കോൺ എ ഡി സി, ഡി കോൺ സി ഡി എം, ഇ കോൺ ബി എ പി. ഈ 5 കോണുകളാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. ഇതാണ് ചോദ്യത്തിലെ പടം. ഓക്കെ, എ സി വ്യാസമാണ്, അതിന് ലംബമായ ഒരു ഞാനാണ് ബി ഡി. ലംബമായതുകൊണ്ടാണ് ഇവിടെ 90 ഡിഗ്രി വന്നത്. പിന്നെ ഈ 5 കോണുകളാണ് കണ്ടുപിടിക്കേണ്ടത്. കോൺ ബി എ സി, കോൺ ബി സി ഡി, കോൺ എ ഡി സി, കോൺ സി ഡി എം, കോൺ ബി എ പി. ഓക്കെ, ഒരു കോൺ കൂടി തന്നിട്ടുണ്ട്. അതായത് കോൺ ഡി എ സി അല്ലെങ്കിൽ കോൺ സി എ ഡി സമം 20 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് കോൺ ബി എ സി ആണ്. ആരാണ് ബി എ സി? ബി എ സി എന്നുള്ളത് ഈ 20ന്റെ തൊട്ടിപ്പുറത്തെ കോണാണ്. അത് എത്രയാണ്? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഒരു വ്യാസത്തിന് ലംബമായി വരയ്ക്കുന്ന ഒരു കോഡ്
അത് ലംബം മാത്രമായിരിക്കില്ല, അത് സമഭാജി കൂടെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ രണ്ട് വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ. മാത്രമല്ല ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഈ താഴെയുള്ള കോണും 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഇതിന്റെ കോമൺ പോയിന്റ് ആണ് ഈ എ മുതൽ ഇവിടെ വരെ കിടക്കുന്നത്. ഈ പോയിന്റിന് ചോദ്യത്തിൽ എം എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഈ എ എം എന്ന് പറയുന്ന വര ഈ രണ്ട് ത്രികോണത്തിനും ബാധകമല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് ത്രികോണങ്ങൾ ഈക്വൽ ട്രയാങ്കിൾ ആണ്, അഥവാ സർവസമ ത്രികോണങ്ങളാണ്. മനസ്സിലായില്ല? 3 കണ്ടീഷനായി. ഈ വശവും തുല്യം, ഈ കോണും തുല്യം, പിന്നെ എ എമ്മും തുല്യം. ഓക്കെ. രണ്ട് വശങ്ങളും അവ ചേർന്ന് വരുന്ന കോണും തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങൾ ആരായിരിക്കും? സർവസമ ഈക്വൽ ട്രയാങ്കിൾ ആയിരിക്കും. ഇതിനെയാണ് SAS തിയറം എന്ന് പറയുന്നത്. ഓക്കെ. SAS എന്ന് പറയുമ്പോൾ രണ്ട് സൈഡും ആ രണ്ട് സൈഡ് ചേർന്ന് വരുന്ന നടുക്കുള്ള കോണും. കണ്ടോ? രണ്ട് വശങ്ങളിലേക്കാണ് എ എമ്മും ഡി എമ്മും, അവ രണ്ടും ചേർന്ന് വരുന്നത് ഈ കോണും. കണ്ടോ? ഇത് രണ്ടും തുല്യമാവുകയാണെങ്കിൽ SAS തിയറം അനുസരിച്ച് ആ ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾ ആയിരിക്കും, അഥവാ സർവസമ ത്രികോണങ്ങളായിരിക്കും. നമുക്ക് ആദ്യം അത് പറയാം. ഇൻ ട്രയാങ്കിൾ ആരൊക്കെയാണ്? AMB ആൻഡ് AMD. AMB AMDയിൽ ശ്രദ്ധിക്കുക ആരൊക്കെയാണ് ഈക്വൽ വരുന്നത്? കോൺ AMB സമം കോൺ AMD. അത് ആദ്യം എഴുതാം. കോൺ AMB സമം കോൺ AMD. ഇത് രണ്ടും 90 ഡിഗ്രിയാണ്. ഓക്കെ. അത് ചോദ്യത്തിൽ തന്നെ തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ലംബമാണെന്ന് മനസ്സിലായല്ലോ? 90 ഡിഗ്രി. ലംബമാണെങ്കിൽ എന്തായിരിക്കും? അപ്പൊ അടുത്ത വരിയിൽ നമുക്ക് എഴുതാം MB സമം MD. MB സമം MD. അതിന്റെ റീസൺ ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കണം. ഇപ്പൊ നോക്കിയേ, ഇത് വ്യാസമായിട്ട് ഇത് വൃത്തകേന്ദ്രത്തിൽ നിന്നായിരിക്കുമല്ലോ വരുന്നത്. വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഒരു ഞാണിലേക്കുള്ള ലംബമായതുകൊണ്ടാണ് 90 ഡിഗ്രി ആയത്. ആ ഞാണിനെ സമഭാഗം ചെയ്യും. അത് എഴുതി കൊടുക്കണം. എ പെർപെൻഡിക്കുലർ from the center of a circle to a chord bisect it. ഇങ്ങനെ ഒരു നിയമമുണ്ട്. ഓക്കെ. എ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ഓഫ് ദി സർക്കിൾ ടു എ കോഡ് ബൈസെക്ട് ഇറ്റ്. ഇത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഒരു ഞാണിലേക്കുള്ള ലംബം അതിനെ സമഭാഗം ചെയ്യും. ഒന്നുകൂടെ പറയാം. വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള ലംബം അതിനെ സമഭാഗം ചെയ്യും. കണ്ടോ? വൃത്തകേന്ദ്രത്തിൽ നിന്നാണെന്ന് എങ്ങനെ മനസ്സിലായി? ഇത് വ്യാസമായതുകൊണ്ട് അത് വൃത്തകേന്ദ്രത്തിൽ നിന്നായിരിക്കും വരുന്നത്. അത് ഞാണിലേക്കുള്ള ലംബമാണെന്ന് എങ്ങനെ മനസ്സിലായി? ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് അത് ആ ഞാണിനെ സമഭാഗം ചെയ്യും. അപ്പൊ ആ ഞാണിന്റെ രണ്ട് എൻഡിലുള്ള വശങ്ങൾ തുല്യമായിരിക്കും. BMഉം DMഉം തുല്യമായിരിക്കും. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് MB സമം MD. ഓക്കെ. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി AM സമം മൂന്നാമത്തെ വശം എന്ന് പറയുമ്പോൾ AM സമം AM. അത് ഈ രണ്ട് ത്രികോണങ്ങളുടെയും കണ്ടോ പൊതുവശമാണ്. കോമൺ സൈഡ്, പൊതുവശം. ഓക്കെ. അപ്പൊ SAS തിയറം അനുസരിച്ച് ഈ രണ്ട് ത്രികോണങ്ങൾ സർവസമമായല്ലോ. Therefore ട്രയാങ്കിൾ AMB, നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ടല്ലോ, അത് ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് എടുത്തെഴുതണം. ആൻഡ് ട്രയാങ്കിൾ AMD ആർ ഈക്വൽ. സിമിലർ അല്ല, അത് വേറെ, ഇത് ഈക്വൽ. അപ്പൊ ഇതിന്റെ ഈ രണ്ട് ത്രികോണങ്ങൾ ഈക്വൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ therefore ത്രികോണ AMB, ത്രികോണ AMD എന്നിവ സർവസമ ത്രികോണങ്ങളാണ്, അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങളാണ് എന്ന് എഴുതുക. ഓക്കെ. ഈ രണ്ട് ത്രികോണം തുല്യമാണ്. ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെങ്കിൽ ഈ രണ്ട് കോണുകൾ ഇനി അവശേഷിക്കുന്ന അളവുകൾ ഓട്ടോമാറ്റിക്കായിട്ട് തുല്യമായിരിക്കും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ആണല്ലോ ഇത്. അപ്പൊ ഈ കോൺ 20 ആണെങ്കിൽ ഈ കോണും 20 തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് അതിനു വേണ്ടിയാണ് ഈ കോൺ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത്രയും ചെയ്തത്. ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തത്. Therefore കോൺ BAC എന്തിന് തുല്യമായിരിക്കും? കോൺ DACക്ക് തുല്യമായിരിക്കും. കണ്ടോ? BAC എന്ന് പറയുന്ന കോൺ DACക്ക് തുല്യമായിരിക്കും, സമം 20 ഡിഗ്രി. അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് പ്രൂവ് ചെയ്തു. ഓക്കെ. 20 ഡിഗ്രി. അതിന്റെ റീസൺ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതുക. കറസ്പോണ്ടിങ് angles of equal triangles. Corresponding angles of equal triangles. തുല്യ ത്രികോണങ്ങളുടെ സമാന കോണുകൾ
തുല്യ ത്രികോണങ്ങളുടെ സമാന കോണുകൾ. അപ്പൊ തുല്യ ത്രികോണമാണല്ലോ ഇത്, അതിന്റെ സമാന കോണുകളും തുല്യം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് 20 ഡിഗ്രി. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരെണ്ണം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത കണ്ടുപിടിക്കാം. അതിന് മുമ്പ് ഇതെല്ലാം എഴുതുക. അപ്പൊ നമ്മൾ ഈ കോൺ കണ്ടുപിടിച്ചു 20 ഡിഗ്രി. ഓക്കെ, ഇനി രണ്ടാമത്തെ ആരാണ്? ബി സി ഡി. ബി സി ഡി എന്ന് പറയുന്ന ഈ കോൺ കണ്ടുപിടിക്കണം കേട്ടോ. വലിയ കോണാണ് ബി സി ഡി, ചെറുതല്ല. ഈ രണ്ട് ചെറിയ കോണുകൾ ചേർന്ന് വരുന്ന ബി സി ഡി വലിയ കോണാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് വളരെ എളുപ്പമാണ്. നോക്കിക്കേ, എ ബി സി ഡി സൈക്ലിക് അല്ലേ, ചക്രീയ ചതുർഭുജമല്ലേ. എ ബി സി ഡി എന്ന് പറയുന്ന ചതുരത്തിന്റെ 4 ശീർഷങ്ങൾ 4 വെർട്ടക്സുകളും വൃത്തത്തിലാണ്. അപ്പൊ ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെന്ററി. അപ്പൊ ഇത് 20 20 40 ആയി കോണിയെ. അപ്പൊ അതിന്റെ അളവ് കിട്ടാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ നമ്മൾ അടുത്ത വരിയിൽ എടുത്തെഴുതുക, എ ബി സി ഡി ഈസ് സൈക്ലിക്. എ ബി സി ഡി ആരാണ്? സൈക്ലിക് ആണ്. എന്നിട്ട് എഴുതാം ഇറ്റ്സ്, അതിന്റെ റീസൺ ബ്രാക്കറ്റ് എഴുതാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് എഴുതാം. ഇറ്റ്സ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ, ഇറ്റ്സ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. അത് സൈക്ലിക് ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ബ്രാക്കറ്റ് റീസൺ എഴുതേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഇത് ഇവിടെ എഴുതാതെ ബ്രാക്കറ്റിൽ എഴുതിയാലും മതിയാകും. അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട കോൺ ബി സി ഡിയും കോൺ ബി എ ഡി കൂട്ടുമ്പോൾ എന്ത് കിട്ടും? കോൺ ബി സി ഡി പ്ലസ് കോൺ ബി എ ഡി. ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ എന്ത് വരണം? 180 ഡിഗ്രി വരണം. കണ്ടോ, അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ബി സി ഡി അല്ലേ. ബി എ ഡിയുടെ വില നമ്മളിപ്പോ കണ്ടുപിടിച്ചു. ബി എ ഡി 20 + 20 ആണ്. ഓക്കെ, അപ്പൊ കോൺ ബി സി ഡി കണ്ടുപിടിക്കാതെ അങ്ങനെ എഴുതുക. പ്ലസ് കോൺ ബി എ ഡി എന്ന് പറഞ്ഞാൽ 20 + 20 അങ്ങനെ എഴുതി കൊടുക്കുക. ഇസിക്വൽ ടു 180 ഡിഗ്രി. 20 + 40 ആണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പൊ കോൺ ബി സി ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 നിന്ന് ഈ പ്ലസ് 20 + 40 പ്ലസ് സി ആണല്ലോ, അപ്പുറത്ത് ചെല്ലുമ്പോൾ മൈനസ് സിയും. 180 + 40 കുറച്ചാൽ 140 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഉത്തരം ലഭിച്ചു. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തേലേക്ക് നോക്കാം. കോൺ എ ഡി സി. ഇത് 140 ഡിഗ്രി ആണ് കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ ഉത്തരം കോൺ എ ഡി സി. എങ്ങനെ കിട്ടുമത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എ സി വ്യാസമല്ലേ? അങ്ങനെയാണെങ്കിൽ അർദ്ധവൃത്തമായിരിക്കുമല്ലോ എ ഡി സി, ചാപ എ ഡി സി. ആ അർദ്ധവൃത്തത്തിലെ കോണാണ് കോൺ എ ഡി സി. അർദ്ധവൃത്തത്തിലെ കോൺ എത്രയായിരിക്കും? 90 ഡിഗ്രി. നമ്മൾ ഒരു നിയമമുണ്ട്, എപ്പോഴും ഒരു സെമി സർക്കിളിലെ ആംഗിൾ റൈറ്റ് ആംഗിൾ ആയിരിക്കും എന്ന നിയമമുണ്ട്. അപ്പൊ അത് നേരിട്ട് നമുക്ക് എഴുതാം. കോൺ എ ഡി സി സമം 90 ഡിഗ്രി. കേട്ടോ, സമം 90 ഡിഗ്രി. എന്റെ റീസൺ എന്താണ്? ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ. ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ, അർദ്ധവൃത്തത്തിലെ കോൺ. അപ്പൊ അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അതും കിട്ടി. മൂന്നാമത്തെ ഉത്തരവും കിട്ടി. അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോൺ സി ഡി എം ആണ്. നോക്കിക്കേ, കോൺ സി ഡി എം. ഇതിനെ ഒന്നുകൂടി വിശാലമായിട്ട് പറയുകയാണെങ്കിൽ കോൺ സി ഡി ബി എന്ന് പറയാം. കാരണം അത് വൃത്തത്തിലൂടെ കടന്നു പോകുന്ന 2 പോയിന്റ് സി ഡി ബി ആണ്. എം. അപ്പൊ സി ഡി ബി, സിയിലൂടെയും ബിയിലൂടെ കടന്നു പോകുന്ന മറ്റൊരു കോണുണ്ടോ നോക്കാം. നോക്കിക്കേ, സി എ ബി. അപ്പൊ ഇത് 20 ആണെങ്കിൽ ഇത് 20 ആയിരിക്കും. കാരണം ഒരേ ചാപത്തിലെ കോണുകൾ. കണ്ടോ, സി ഡി ബി കടന്നു പോകുന്നത് സിയിലൂടെയും ബിയിലൂടെയും, സി എ ബി അത് കടന്നു പോകുന്നത് സിയിലൂടെയും ബിയിലൂടെയും. അതുകൊണ്ട് ആ 2 കോണുകൾ തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് അത് എടുത്തെഴുതാം. കോൺ സി ഡി എം സമം എന്തിന് തുല്യമാണ്? കോൺ സി എ ബിക്ക് തുല്യമാണ്. ഈ സി ഡി എം എന്ന് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് സി ഡി ബി എന്ന് തന്നെ എഴുതാമായിരുന്നു. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ടും തുല്യമാണ്. ഈ 2 കോണുകൾ സമം എത്രയാണ്? 20 ഡിഗ്രിയാണ്. റീസൺ എഴുതണം. ഒരേ ചാപത്തിലെ കോണുകൾ, ആംഗിൾ ഇൻ ദ സെയിം ആർക്ക്. ആംഗിൾസ് ഇൻ ദ സെയിം ആർക്ക്, ഒരേ ചാപത്തിലെ കോണുകൾ. ആംഗിൾസ് ഇൻ ദ സെയിം ആർക്ക്, ഒരേ ചാപത്തിലെ കോണുകൾ. അതുകൊണ്ട് അത് രണ്ടും 20 ആയി. കണ്ടോ, ഇത് 20 ആയി, ഇത് 20 ആയി. അപ്പൊ നമ്മൾ നാലാമത്തെ കണ്ടുപിടിച്ചു. ഇനി അഞ്ചാമത്തത് കോൺ ബി എ പി. ഏതാണ് കോൺ ബി എ പി? കോൺ ബി എ പി. കോൺ ബി എ പി എന്ന് പറയുന്നത് കണ്ടോ, ഈ ബാഹ്യ കോണാണ്. കണ്ടോ, ഈ ബാഹ്യ കോൺ എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള കോൺ കൂടെ നോക്കിക്കേ. ഇതെല്ലാം കൂടെ ചേരാൻ നേരത്ത് ലീനിയർ പെയർ ആവില്ലേ? അപ്പൊ ലീനിയർ പെയർ 180 ഡിഗ്രി ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ആ ഐഡിയ വെച്ച് കണ്ടുപിടിക്കാം. കോൺ ബി എ പി കിട്ടാൻ കോൺ ബി എ പി പ്ലസ് ആരാണ്? കോൺ ബി എ ഡി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. റീസൺ എന്താണ്? നോക്കിക്കേ, ബി എ പി ബി എ ഡി ഈ 2 കോണുകൾ കൂട്ടാൻ നേരത്ത് 180 ഡിഗ്രി വരണം. കാരണം ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡി. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ള കോൺ ബി എ പി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി?
180 നിന്ന് ഈ കോൺ ബി എ ഡി അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. കോൺ ബി എ ഡി കുറച്ചാൽ മതിയാവും. കണ്ടോ, ഈ പ്ലസ് ചെയ്തിരിക്കുന്ന കോൺ ബി എ ഡി അപ്പുറത്തേക്ക് മൈനസ് കോൺ ബി എ ഡി. ഓക്കെ, ഇപ്പൊ 150 നിന്ന് കുറയ്ക്കുക. സമം 180 മൈനസ് കോൺ ബി എ ഡി തന്നിട്ടുണ്ട്. ബി എ ഡി എത്രയാണ്? ബി എ ഡി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. കോൺ ബി എ ഡി എത്രയാണ്? 20 + 20 ആണെന്ന് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. 20 + 20 40 അല്ലേ? അപ്പൊ 180 മൈനസ് 40 സമം 140 ഡിഗ്രി. ഓക്കെ, അതാണ് കോൺ ബി എ പിയുടെ അളവ്. ഓക്കെ, അപ്പൊ നമ്മൾ 5ാമത്തെയും കണ്ടുപിടിച്ചു. ഇതാണ് 5 മാർക്കിന് ചോദിച്ച ചോദ്യം. എല്ലാവരും നന്നായി മനസ്സിലാക്കി എഴുതിയെടുക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു ഉറപ്പുവരുത്തുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, കമന്റ് ചെയ്യണം. പഠിക്കാൻ താല്പര്യമുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. തുടർന്നുള്ള കണക്കുകളും ഞാൻ വീണ്ടും വരും പുതിയ വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.